കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ പലർക്കും കണ്ടകശനിയാണെന്നാണ് തോന്നുന്നത്. കാരണം പലരും പറയുന്ന പല കാര്യങ്ങളും വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ്. ചിലതൊക്കെ 2-3 ദിവസങ്ങളിലെ ചർച്ചകളോടെ കെട്ടടങ്ങും. മറ്റു ചിലതാകട്ടെ രാഷ്ട്രീയ എതിരാളികളുടെ ചുട്ട മറുപടിയോടെ അവസാനിക്കും. പക്ഷേ PC ജോർജ് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഒടുവിൽ കേസിലും പൊല്ലാപ്പിലുമാണ് ചെന്നവസാനിക്കുന്നത്. ഇതെല്ലാം നാക്കുപിഴയാണോ അതോ ബോധപൂർവമായി ഉണ്ടാകുന്ന നാക്കുളുക്കലാണോ എന്നതാണ് സംശയം. ജോർജ് പറഞ്ഞത് മാഹിയിൽ വേശ്യകളുടെ കേന്ദ്രമാണെന്നായിരുന്നു. വേശ്യകളും ഗുണ്ടകളും റൗഡികളും കൂത്താടിയിരുന്ന സ്ഥലമായിരുന്നു മാഹി എന്നാണ്. ഈ പരാമർശത്തിൽ ജോർജിനെതിരെ പോലീസ് കേസെടുത്തു. കോഴിക്കോട് BJP സ്ഥാനാർത്ഥി MT രമേശിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു ഈ വിവാദ പ്രസ്താവന നടത്തിയത്. ഇതിനു പിന്നാലെ PC ജോർജിനെതിരെ കനത്ത പ്രതിഷേധമുയർന്നു. പരാമർശം വിവാദമായതിനു പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. ഇതുകൂടാതെ PC ജോർജിനെതിരെ മാഹി MLA രമേശ് പറമ്പത്ത് ദേശീയ വനിതാ കമ്മീഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. അതുപോലെയാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനും മുൻ MPയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PJ കുര്യനുമെതിരെ രാഷ്ട്രീയത്തിലെ സരസപ്രഭാഷകൻ ഉടുമ്പൻചോല MLA MM മണി, അതായത് മണിയാശാൻ നടത്തിയ പരാമർശനങ്ങൾ. നെടുങ്കണ്ടത്തിന് സമീപം തൂക്കുപാലത്തൊരു അനുസ്മരണ ചടങ്ങിലായിരുന്നു മണിയുടെ നർമ്മഗർഭമായ പ്രസംഗം നടന്നത്. ഡീൻ കുര്യാക്കോസ് ഷണ്ണനാണെന്നും PJ കുര്യൻ പെണ്ണുപിടിയനാണെന്നുമായിരുന്നു മണിയാശാൻ്റെ പരാമർശം. ഇപ്പോൾ പൗഡറൊക്കെ പൂശിയ ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഡീൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, അതല്ലേ ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിന് വേണ്ടി? ചുമ്മാതെ വന്നിരിക്കുക, ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂശിയിട്ട് പടവുമെടുത്ത്. അങ്ങനെ പോകുന്നു മണിയാശാൻ്റെ വാക്ചാതുരി. മണിയാശാൻ്റെ നാക്ക് വിവാദമാകുന്നത് ഇതാദ്യമല്ല. 1, 2, 3 പ്രസംഗമാണ് അദ്ദേഹത്തെ ഏറെ പ്രസിദ്ധനാക്കിയത്. അന്നെല്ലാ മാധ്യമങ്ങളും വളരെ കൊട്ടിഘോഷിച്ച പ്രസംഗത്തിൻ്റെ പരിസമാപ്തി മണിയാശാൻ്റെ ജയിൽവാസമായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ചില ഉദ്യോഗസ്ഥർക്കെതിരായി മണി സരസമായ ചില പരാമർശങ്ങൾ നടത്തി. അതും അദ്ദേഹത്തിൻ്റെ തലപ്പാവിലെ പൊൻതൂവലാണ്. നാക്കുപിഴക്കാരുടെ ഗുരുഭൂതനായി കണക്കാക്കുന്നത് അന്തരിച്ച മുൻമന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന R ബാലകൃഷ്ണപിള്ളയാണ്. 1985 കരുണാകരൻ മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കെ എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗമാണ് പഞ്ചാബ് മോഡൽ പ്രസംഗം എന്ന പേരിൽ പ്രസിദ്ധമായത്. പാലക്കാട്ട് അനുവദിക്കാമെന്നേറ്റ റെയിൽവേ കോച്ച് ഫാക്ടറി കേരളത്തെ നിരാശപ്പെടുത്തിക്കൊണ്ട് പഞ്ചാബിലേക്ക് കൊണ്ടുപോയതിനെപ്പറ്റിയാണ് പിള്ള അന്ന് പ്രസംഗിച്ചത്. ഏകകക്ഷി ഭരണമെന്ന ആവശ്യവുമായി അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് G കാർത്തികേയനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ശക്തമായി നിലകൊള്ളുന്ന കാലഘട്ടം. പിള്ളയുടെ പ്രസംഗം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും പിള്ള മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നുമായിരുന്നു ആവശ്യം. സംഭവം ഹൈക്കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജിയായി. ഒടുവിൽ പിള്ളയ്ക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിള്ളയുടെ രാജിയെക്കുറിച്ച് പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് എന്ത് പിള്ള ഏത് പിള്ള എന്ന കരുണാകരൻ്റെ മറുചോദ്യവും പിന്നീട് പ്രസിദ്ധമായി. നിലവിൽ നാക്കുപിഴയുടെ കാര്യത്തിൽ സൂപ്പർ സ്റ്റാർ പദവിയിൽ കട്ടയ്ക്ക് നിൽക്കുന്നത് 2 പേരാണ്, മണിയാശാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും. മണിയാശാൻ്റെ പ്രകടനത്തിന് മൂർച്ച കൂടുമെങ്കിലും സ്വാഭാവികത കുറവെന്നതാണ് പ്രധാന പോരായ്മ. തിരുവഞ്ചൂർ തീർത്തും സ്വാഭാവികമായ പ്രകടനമാണ് നടത്താറുള്ളത്. മുൻനിരയിലുള്ള മറ്റൊരു പ്രധാന താരം മന്ത്രി കൂടിയായ V ശിവൻകുട്ടിയാണ്. ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് നിയമസഭയിൽ രമേശ് ചെന്നിത്തലയും തെറ്റില്ലാത്ത പ്രകടനം നടത്താറുണ്ട്, ഉസ്മാനെ പോലെ. ഇടുക്കിയിലെ തോട്ടം തൊഴിലാളി മേഖലയിൽ പെമ്പിളെ ഒരുമേ എന്ന സംഘടന നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിയമസഭയിലെത്തിയപ്പോൾ പെമ്പിളെ ഒരുമേ എന്നത് പെമ്പിളെ എരുമേ എന്നാക്കിയ തിരുവഞ്ചൂർ നിയമസഭയ്ക്ക് നൽകിയ ചിരിസദ്യ ആരും മറന്നിട്ടില്ല. 2014 തിരുവഞ്ചൂർ സാംസ്കാരിക വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രിയായിരുന്നു. അന്നത്തെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപനം നടത്തുമ്പോൾ മികച്ച നടിക്കുള്ള അവാർഡിന് തിരഞ്ഞെടുത്ത നസ്രിയയുടെ പേര് നുസ്രിയ എന്ന് പറഞ്ഞതും തിരുവഞ്ചൂർ നർമ്മകൈരിലേക്ക് തൻ്റെ സംഭാവന നൽകി. മാത്രമല്ല അവാർഡ് ദാന ചടങ്ങിൽ കേരളത്തിൻ്റെ പ്രിയതാരം മോഹൻലാലിനെ കണ്ണുണ്ണിയാക്കുകയും ചെയ്തു. മലയാളത്തിൻ്റെ കണ്ണിലുണ്ണി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിലും നാക്കിന് ആ ഉദ്ദേശം മനസ്സിലായില്ല.
2021 സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് മന്ത്രി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം പറയാൻ പോയതാണ് ഗണിതശാസ്ത്രത്തിൽ വേണ്ടത്ര പരിജ്ഞാനമില്ലാത്ത മന്ത്രിക്ക് പണിയായത്. രാജ്യത്ത് മൊത്തം 35 സംസ്ഥാനങ്ങളല്ലേ എന്നടുത്തിരുന്ന ഉന്നത ഉദ്യോഗസ്ഥനോട് ശിവൻകുട്ടി ചോദിച്ചത് ലൈവായി ജനം കേട്ടു. അമേരിക്കയിൽ ചായ കുടിക്കും പോലെയാണ് ബലാത്സംഗങ്ങളെന്ന് പണ്ട് ഇ കെ നായനാർ പറഞ്ഞത് കേരളത്തിലുണ്ടാക്കിയ ബഹളങ്ങളും കോലാഹലങ്ങളും ചില്ലറയല്ല. അങ്ങനെ പോകുന്നു നാവുപിഴകൾ.